വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ല, വലിയ പ്രയാസങ്ങളുള്ളൊരു വാർഡാണ് കോൺഗ്രസിന് തിരിച്ചടിയെന്ന് പറഞ്ഞു. അതേ കണക്കിന് ഞാൻ ചോദിക്കട്ടെ, മയിലാടിക്കുന്ന് വാർഡ് CPM-ൻ്റെ കോട്ട തന്നെ ആയിരുന്നില്ല, അവിടെ ഹുസൈൻ മെമ്പർ എങ്ങനെയാണ് ജയിച്ചത്? അതുപോലെ തെക്കേക്കര വാർഡ് എന്ന് പറയുന്നത് 8ഉം 7ഉം ആയത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർ പരാജയപ്പെട്ടാണല്ലോ തിരിച്ച്. അതല്ലാതെ നമ്മൾ കൊള്ളപ്പലിശ ചെയ്യുന്ന രീതിയിലേക്കൊന്നും നമ്മുടെ ഗവൺമെൻറ്, നല്ല രീതിയിലുള്ള സംസ്ഥാനം ഒട്ടാകെ നമുക്കറിയാം പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും, വികസനം എന്ന് പറയുമ്പോൾ റോഡിൻ്റെ വികസനമായാലും അതുപോലെ തന്നെ നമ്മുടെ ദേശീയപാത, അതുപോലെ തന്നെ മലയോര പ്രദേശത്തുള്ള റോഡുകൾ, അതുപോലെ തീരദേശ പ്രദേശത്തെ റോഡുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അറിയാൻ പറ്റും. ടാക്സി വിളിക്കലല്ല, കിലോമീറ്ററോളം അകലെ എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആംബുലൻസ് എടുക്കുന്നത് പഞ്ചായത്തില്. ഒരു ആംബുലൻസ് സംവിധാനത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ട് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാ? വെറും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ജനങ്ങളുടെ പ്രശ്നമായതുകൊണ്ട് പറയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിനകത്ത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ചുമതലയാണ് പ്രതിപക്ഷം എന്ന രീതിയിൽ ഇത്തരം വീഴ്ചകളൊക്കെ വരുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 8 കെട്ടിടം ഉണ്ടാക്കിയത് UDF ഭരണസമിതിയാണ്. ബാക്കി വന്നത് ഈ നിലവിലെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്, അത് അംഗീകരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത കാര്യത്തെ അംഗീകരിക്കുന്നതിൽ യാതൊരു മടിയില്ല. ഇത് നിങ്ങൾ എഞ്ചിനീയർ വിഭാഗത്തിലെ ചെയർപേഴ്സൺ ആദ്യൊരു കാര്യം പറഞ്ഞു PMAയെ കുറിച്ചിട്ട്. ഈ PMA 2 ലക്ഷം മുനിസിപ്പാലിറ്റി ലോൺ കൊടുത്തു എന്ന് പറയും. ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കുന്ന നഗരസഭ ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ? അല്ല, കേന്ദ്ര സർക്കാർ അതാത് വർഷം തരുന്ന പ്ലാൻ ഫണ്ട്, പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 10% കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനം അല്ലാണ്ട് നഗരസഭ പോകുന്നില്ല. കൃത്യമായിട്ട് കരാറുകാരനെ കൊണ്ട് ആ പണം നിങ്ങൾ തിരിച്ചടപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് പണി കൊടുക്കാൻ പറ്റില്ല? 5 വർഷമായിട്ട് അതിൽ കൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ പറയുന്ന നുണയാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ നടന്നു പോകും. പക്ഷെ അയാളെ കരിമ്പട്ടികയിൽ പെടുത്തിയെങ്കിൽ, പഞ്ചായത്തിന് പൈസ തിരിച്ചടപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് പുതിയ കരാറുകാർ കൊടുത്തോണ്ട് ഈ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല? ഒരു അദാലത്ത് വെച്ചിട്ട് നിർബന്ധമായിട്ട് അപേക്ഷ വെപ്പിച്ചിട്ട് ചീഫ് സെക്രട്ടറിയുടെ കയ്യിലാണ് ഫയലെടുക്കുന്നത്. 1 കോടി 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ, വൈസ് പ്രസിഡന്റ് പറയട്ടെ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് വൈസ് പ്രസിഡന്റ് പറയട്ടെ.